ശ്രീമന്നാരായണീയം 69 ദശകം. രാസക്രീഡ. ഭഗവാന്റെ നർത്തനവിലാസങ്ങൾ, സംഭോഗക്കേളികൾ, ജലക്രീഡ എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ഡലം ഹാരജാലവനമാലികാലളിത മംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിതമുദഞ്ചദംശു മണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശകലയാമഹേ. അല്ലയോ ഭഗവാനെ, തലമുടിയിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള മയിൽപ്പീലി തിരുകിയതും ഇളകിക്കളിക്കുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയതും മാലക്കൂട്ടങ്ങൾ, വനമാല എന്നിവയാൽ ലളിത ഭംഗിയുള്ളതും ശരീരത്തിലണിഞ്ഞ കുങ്കുമം, ചന്ദനം എന്നിവയുടെ സൗരഭ്യമുള്ളതും മഞ്ഞപ്പട്ടിൻ്റെ മേൽഭാഗത്തണിഞ്ഞിരിക്കുന്ന പ്രശോഭ പൂണ്ട പൊന്നരഞ്ഞാണുള്ളതും കാന്തി കിരണങ്ങൾ ഉതിർക്കുന്ന രത്നച്ചിലമ്പണിഞ്ഞതും രാസക്രീഡയ്ക്ക് വേണ്ടി അലങ്കരിച്ചൊരുക്കിയതുമായ അങ്ങയുടെ ഭദ്രസ്വരൂപത്തെ ഞാൻ സദാ ഭജിക്കുന്നു. താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരി യുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദത. മാറിടം മറയ്ക്കുന്ന കഞ്ചുളികയും കവിൾത്തടങ്ങളിൽ ഇളകിയാടുന്ന രത്നകുണ്ഡലങ്ങളും ധരിച്ച് അലങ്കൃതരായി മണ്ഡലാകാരത്തിൽ നിന്ന് ഗോപനാരിമാരുടെ ഇടയിൽ രമാകാന്തനും താമരപ്പൂവിൻ്റെ ശോഭയുള്ളവനുമായ അങ്ങ് രണ്ട് സുന്ദരിമാരുടെ ഇടയിലായി സഞ്ചരിക്കുകയും അനന്തരം മനോഹരമായ രാസക്രീഡ ആരംഭിക്കുകയും ചെയ്തു. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിത മാകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത നാഗതോ യുഗപദാഗതാവിയതി വേഗതോധസുരമണ്ഡലി. അല്ലേ വാസുദേവ, ഭൂമിയിൽ നടക്കുന്ന അങ്ങയുടെ ഉജ്ജ്വലമായ രാസക്രീഡാനന്ദത്തിൻ്റെ മഹാത്മ്യം അകലെ നിന്ന് തന്നെ നാരദ മഹർഷിയിൽ നിന്നും കേട്ടറിഞ്ഞ ദേവഗണങ്ങൾ കൗതുകം മൂലം വേഷാലങ്കാരങ്ങളിലും വിലാസക്കേളികളിലും അതിസമർത്ഥകളായ ദേവവനിതാ സമൂഹങ്ങളാൽ പരിവൃതരായി ഉടനെ സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ട് ആകാശമണ്ഡലത്തിൽ വന്നു ചേർന്നു. വേണുനാദകൃതതാനദാനകളഗാനരാഗഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃത താളമേളന മനോഹരം പാണി സംകൊണിത കങ്കണഞ്ചമുഹുരം സലംബിത
കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. ഭഗവാന്റെ വേണുനാദം സൃഷ്ടിക്കുന്ന താളത്തിനനുസരിച്ച് അതിമനോഹരമായി ആടിയും പാടിയും പാട്ടിൻ്റെ ലയത്തിനനുസരിച്ച് സുന്ദരവും ആകർഷണീയവുമായ മൃദുപാദങ്ങൾ താളത്തിനിണങ്ങിയ വിധം മനോഹരമായി നിലത്ത് പതിപ്പിച്ചും കൈവളകളുടെ ശബ്ദമുണ്ടാക്കിയും ഇടയ്ക്കിടെ പരസ്പരം തോളുകളിൽ കൈവച്ചും നിതംബത്തിലെ വസ്ത്രങ്ങൾ ഇളകുമാറ് ആ സുന്ദരികളായ ഗോപാംഗനകൾ നടത്തിയ രാസക്രീഡ വളരെയധികം മനോഹരമായിരുന്നു. ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരമധുരസ്വരേ നർത്തനേ ലളിതാംഗഹാര മണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷമല മുന്മിഷി ദിവിഷ്യതാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം. പിന്നീട് അതിശ്രദ്ധയോടെ പാടിയും ഏറ്റുപാടിയും ഉച്ചത്തിൽ പൊങ്ങിയ മധുരസ്വരത്തോടും ലളിതങ്ങളായ ശാരീരിക ചലനങ്ങളോടും ചിന്നിച്ചിതറിയ മാലകൾ, രത്നാഭരണങ്ങൾ എന്നിവയോടും കൂടിയ ആ നൃത്തവിശേഷം കണ്ട് സ്ത്രീജനങ്ങളുമൊത്ത് വ്യോമമാർഗത്തിൽ വന്നു സ്ഥിതി ചെയ്തിരുന്ന ദേവഗണങ്ങൾ സന്തുഷ്ടരായി പൂവർഷം ചെയ്തു. നൃത്തഭംഗി കണ്ട് കണ്ണുമിഴിച്ചുപോയ അവർ ചിന്മയനായ അങ്ങയിൽ ലയിച്ചതുപോലെ സമ്മോഹിതരായി. സിന്ന സന്ന തനുവല്ലരി തദനു കാപി നാമ പശുപാങ്കന കാന്തമം സവലംബദേ സ്മതവ താന്തിഭാരമുകുളേക്ഷണാം കാചിദാചലിതകുന്തള നവപടീരസാരഘനസൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബ ഭുജമഞ്ചിതോരുപുളകാങ്കുര. അനന്തരം മൃദുലാംഗിയായ ഒരു ഗോപനാരി വിയർത്തു തളർന്ന് അധ്വാനത്താൽ കണ്ണുകൾ കൂമ്പിപ്പോകെ അങ്ങയുടെ സുന്ദരമായ തോളിൽ ചേർന്ന് നിലകൊണ്ടു. മറ്റൊരുവൾ അഴിഞ്ഞ തലമുടിക്കെട്ടിൽ നിന്നും പ്രവഹിച്ച ചന്ദനരസത്തിൻ്റെ കനത്ത സൗരഭ്യത്തോടു കൂടുകയും പ്രകാശിച്ചു കാണുന്ന പുളകാങ്കിരങ്ങളുള്ളതുമായ അങ്ങയുടെ കൈ സൂത്രത്തിൽ ചുംബിച്ചു. കാപിഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകുലിതകുണ്ഡലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിര ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യതേ ദുരംഗന കിമുന സമ്മതോന്മദശാന്തരം. പുണ്യവതിയായ ഒരുവൾ കുണ്ടലങ്ങൾ ഇളകുമാറ് അങ്ങയുടെ കവിൾത്തട്ടിൽ സ്വന്തം കവിൾ ചേർത്ത് വെച്ച് ചവച്ച താമ്പൂലരസമാകുന്ന അമൃതം ആസ്വദിച്ചു. ലക്ഷ്മി ദേവിയുടെ ലീലാവിനോദങ്ങൾക്ക് പാത്രമായ അങ്ങയെ നൃത്തത്തിൽ പ്രാപിച്ച ആ ഗോപനാരിമാർ എന്തെല്ലാം വിധത്തിൽ ആനന്ദോന്മത്തരായി.
ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മതരസാകുല സദസി കേവലം നദ്രുരുരംഗന നാവിതന്നപിച്ചഗ്നിവികാകിമപി കുന്തളീമപി ച കുഞ്ചുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഹേ ഭഗവാനെ, ഗാനവും പിന്നീട് ക്രമത്തിൽ വാദ്യലയങ്ങളും അവസാനിച്ചു. എങ്കിലും ബ്രഹ്മാനന്ദ രസപ്രാപ്തിയാൽ പരവശരായി ഭവിച്ച ഗോപാംഗനകൾ ആ നൃത്തരംഗത്തിൽ സ്വയം നൃത്തമാടി. മോദസീം നിഭുവനം വിലാപ്യ വികൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംവൃതിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭഗാത്മനാം മന്മഥാസഹന ചേതസ പശുപയോഷിതാം സുകൃതചോദിതാ സ്ഥാവദാ കലിതമൂർത്തിരാദിത മാരവീര പരമോത്സവാൻ. അല്ലയോ മഹാവിഷ്ണു, ലോകത്തെ മുഴുവൻ ആനന്ദസാഗരത്തിൽ നിമഗ്നമാക്കിയ അങ്ങ് രാസക്രീഡ അവസാനിപ്പിക്കുകയും നർത്തനമേളത്താൽ തളർന്നും പുതിയ വിയർപ്പ് കണങ്ങൾ പൊടിയുന്ന പരിശുദ്ധവും സുന്ദരവുമായ ശരീരത്തോടു കൂടിയവരും മന്മഥ ബാണമേറ്റ് പരവശരായ ഹൃദയത്തോടു കൂടിയവരുമായ ഗോപനാരിമാരുടെ പുണ്യഫലത്താൽ പ്രേരിതനായി അവരുടെ എണ്ണത്തിനനുസരിച്ച് ശരീരങ്ങൾ ധരിക്കുകയും ഓരോരുത്തരുടെയും കൂടെ കാമദേവന്റെ മഹോത്സവങ്ങൾ നടത്തുകയും ചെയ്തു. കേളിഭേദ പരിലാളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാ കാനനേ പിച്ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. വിവിധങ്ങളായ സംഭോഗ കേളി വിലാസങ്ങളാൽ തളർന്നവരും വളരെയേറെ ഓമനിക്കപ്പെട്ടവരുമായ ആ സ്ത്രീജനങ്ങളോടുകൂടി അങ്ങ് യമുനാ ജലത്തിലിറങ്ങി ക്രീഡിച്ചു. നാലുപാടും വീശുന്ന ശീതളങ്ങളായ ഇളം കാറ്റിനാൽ മനോഹരമായതും പുഷ്പസുഗന്ധം നിറഞ്ഞതുമായ ആ വനത്തിലും വിലാസിനിമാരായ ഗോപസ്ത്രീകളുടെ മനസ്സുകളെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് അങ്ങ് പ്രശോഭിച്ചു. കാമിനീരിതിഹിയാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസ്യ ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ
കമനീയ കൃഷ്ണ പരിപാഹി മാം. സുഷമാവിലാസത്തിൻ്റെ ഇരിപ്പിടമായ ശ്രീകൃഷ്ണ ഭഗവാനെ യോഗിവര്യന്മാർക്ക് മാത്രം ചെന്നെത്താൻ കഴിയുന്ന പൂർണ്ണാനന്ദ സമുദ്രത്തെ അങ്ങ് യമുന തടത്തിലെ മനോഹര നിശകളിൽ ഇപ്രകാരം കാമിനിമാരായ ഗോപിമാർക്ക് അനുഭവൈക വേദ്യമാക്കി തീർത്തു. ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർ പോലും ഗോപനാരിമാരിൽ ആദരവുള്ളവരായി ഭവിച്ചു. ഭക്തജനങ്ങൾക്ക് സംസിദ്ധമാകുന്ന സ്വരൂപത്തോടു കൂടിയ മഹാവിഷ്ണു, അല്ലയോ സുന്ദരനായ ശ്രീകൃഷ്ണ, എന്നെ സർവരോഗപീഠകളിൽ നിന്നും സംരക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.